എമ്പതി അഥവാ അനുതാപം എന്നത് ഒരു വ്യക്തിക്ക് മറ്റൊരാളുടെ പ്രശ്നങ്ങൾ, കഷ്ടപ്പാട്, വേദന, സന്തോഷം, ആശങ്ക ഇവയെല്ലാമായി ബന്ധപ്പെടുമ്പോൾ അത് ആ വ്യക്തിയുടെ സ്ഥാനത്ത് നമ്മൾ തന്നെ നിൽക്കുന്നതായി കരുതിക്കൊണ്ട് അതിനോട് ഇടപെടുക എന്നുള്ളതാണ്. ഇങ്ങനെ എമ്പതിയോടുകൂടി പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ചിലരുണ്ട്. അവർ താൻ ആരാണെന്നോ തങ്ങളുടെ സമൂഹത്തിലെ സ്ഥാനം എന്താണെന്നോ തൻ്റെ അധികാരങ്ങൾ എന്താണെന്നോ ഒന്നും തന്നെ നോക്കാതെ ഒരു മനുഷ്യൻ എന്ന നിലയിൽ കാര്യങ്ങളിൽ ഇടപെടുകയും പ്രതികരിക്കുകയും ചെയ്യുന്നു. തൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്നവരുടെ വലിപ്പച്ചെറുപ്പ വ്യത്യാസമില്ലാതെ, അവരുടെ പ്രശ്നങ്ങളുടെ വലിപ്പച്ചെറുപ്പ വ്യത്യാസമില്ലാതെ എല്ലാത്തിനോടും ശ്രദ്ധയോടും താല്പര്യത്തോടും മനുഷ്യത്വപരമായും ഇടപെടുന്നവരാണ് അങ്ങനെയുള്ളവർ. പ്രേം നസീർ തൻ്റെ മുന്നിൽ വരുന്നവരോട്, താൻ ഇടപഴകുന്നവരോട്, അവരാരായിരുന്നാലും അവരുടെ പ്രശ്നങ്ങൾ എത്ര വലുതായാലും ചെറുതായാലും അങ്ങനെ അനുതാപപൂർവം ഇടപെട്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു. കാര്യം എത്ര വലുതായാലും ചെറുതായാലും അതിനോടുള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും സംസാരവും സമീപനവും എല്ലാം തന്നെ എപ്പോഴും ഒരു സഹാനുഭൂതി കലർന്ന രീതിയിലായിരുന്നു. അപ്പുറത്ത് നിൽക്കുന്ന മനുഷ്യന്റെ വികാരങ്ങളെ നോവിക്കാതെ തൻ്റെ ഏതെങ്കിലും പ്രതികരണം അവനിൽ വേദനയുണ്ടാക്കുമെങ്കിൽ അതിൽ നിന്നും മാറി നിൽക്കുന്ന തികച്ചും സഹാനുഭൂതി കലർന്ന ഒരു രീതിയായിരുന്നു പ്രേം നസീറിന് എപ്പോഴും. അങ്ങനെയുള്ള ഒരു ചെറിയൊരു സംഭവമാണ് സിനിമാ കമ്പം പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. ചെറിയ കാര്യങ്ങളിൽ പോലും വലിയ മനസ്സ് കാണിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ മഹാന്മാർ എന്ന് പറയുന്നത്. ഈ സംഭവം സത്യൻ അന്തിക്കാട് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ്. വീട് ഒരു സ്വർഗമെന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ. ഷീലയും പ്രേം നസീറും എല്ലാം ഉണ്ട് ആ സിനിമയിൽ. പ്രശസ്ത സംവിധായകനായ JC ആണ് ആ സിനിമയുടെ സംവിധായകൻ. സത്യൻ അന്തിക്കാട് ആവട്ടെ JCയുടെ സംവിധാന സഹായിയും. ഷൂട്ടിങ്ങിന്റെ ഇടവേളയിൽ വിശ്രമിക്കുന്ന പ്രേം നസീറിന്റെ അടുത്ത് JC ഉണ്ട്. തൊട്ടടുത്തായി സ്ക്രിപ്റ്റുമായി പ്രേം നസീറിന് സംഭാഷണങ്ങൾ പറഞ്ഞു കൊടുക്കാൻ തയ്യാറായി സത്യൻ അന്തിക്കാടും. അപ്പോഴാണ് പ്രേം നസീർ ഒരു നല്ല ചായ കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞത്. അത് കേട്ടപ്പോൾ JCയും പറഞ്ഞു, ശരിയാണ്, ഒരു നല്ല ചായ എനിക്കും വേണം. ഉടനെ പ്രൊഡക്ഷൻ ബോയ് 2 പേർക്കും ചായ കൊണ്ടുവരാനായി പുറത്തേക്ക് പോയി. അതിനിടയിൽ സത്യൻ അന്തിക്കാട് പ്രേം നസീറിന് അടുത്ത രംഗത്ത് പറയാനുള്ള ഡയലോഗുകളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അല്പസമയം കഴിഞ്ഞ് ചായയുമായി പ്രൊഡക്ഷൻ ബോയ് വന്നു. ചായ വാങ്ങി പ്രേം നസീർ 1-2 കവിൾ കുടിച്ചതിന് ശേഷം ഒന്നും മിണ്ടാതെ ചായ അവിടെ വെച്ചു. പിന്നീട് അടുത്ത രംഗത്തെ ഷൂട്ടിങ്ങിന് തയ്യാറെടുക്കുന്നതിന് വേണ്ടി കണ്ണാടിക്ക് മുന്നിലേക്ക് പോയി മുടിയെല്ലാം മാടിയൊതുക്കി ഓക്കെ ആണെന്ന് വരുത്തി തൻ്റെ കയ്യിലുള്ള സ്ക്രിപ്റ്റ് വായിച്ചുകൊണ്ടിരുന്നു. ആ സമയത്താണ് JC തനിക്ക് കൊണ്ടുവച്ച ചായ കുടിക്കാൻ തുടങ്ങിയത്. എന്നാൽ ഒരു കവിൾ കുടിച്ചപ്പോൾ തന്നെ JC അത് ചവർപ്പോടുകൂടി തുപ്പിക്കളഞ്ഞു. ഒരു മനംപിരട്ടലുണ്ടാക്കുന്ന ചായയായിരുന്നു അത്. പുക ചുവയ്ക്കുന്ന തിളയ്ക്കാത്ത വെള്ളത്തിലുണ്ടാക്കിയ ചായ. അദ്ദേഹം ഉടനെ തന്നെ പ്രേം നസീർ ചോദിച്ചു, സാറി ചായ കുടിച്ചോ? ആ, ഞാൻ കുടിച്ചു, പക്ഷെ അത്ര പോരാ, പുകയുടെ ഒരു ചൊവ, പിന്നെ വല്ലാത്ത നാറ്റവും. എന്നിട്ട് എന്താണ് സാറത് പറയാഞ്ഞത്? JC ചോദിച്ചു. ഓ, എന്തിന്? ഞാനത് പറഞ്ഞാൽ അത് ഉണ്ടാക്കിയ ആൾക്കും കൊണ്ടുവന്ന ആൾക്കും ഒക്കെ വിഷമാവില്ലേ? എന്തിനാ അവരെ വിഷമിപ്പിക്കണം? നാം അത് കുടിച്ചില്ല എന്ന് വെച്ചാൽ പോരെ. പ്രേം നസീർ തികച്ചും സ്വാഭാവികമെന്ന പോലെ പറഞ്ഞു. കാരണം പ്രേം നസീറിന് അറിയാമായിരുന്നു അവിടെ വെച്ച് ഈ ചായ കൊള്ളില്ല എന്ന് അദ്ദേഹം പറഞ്ഞാൽ പിന്നെ ഈ ചായ ഉണ്ടാക്കിയ മനുഷ്യന്റെ ജോലിയായിരിക്കും തെറിക്കുക. അങ്ങനെ താൻ കാരണം മറ്റൊരാൾക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുതെന്ന പ്രേം നസീറിന്റെ സ്വഭാവ രീതി കൊണ്ടാണ് അദ്ദേഹം അവിടെ നിശബ്ദനായത്. പലപ്പോഴും ഒരു മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം പ്രകടമാകുന്നത് വലിയ സംഭവങ്ങളോടുള്ള അയാളുടെ പ്രതികരണം കൊണ്ടായിരിക്കണമെന്നില്ല. ഇങ്ങനെയുള്ള യാദൃച്ഛികമായി മുന്നിലെത്തുന്ന ചെറിയ ചെറിയ സംഭവങ്ങളോടുള്ള ഒരാളുടെ മനുഷ്യത്വപൂർണമായ അനുതാപപൂർണമായ പെരുമാറ്റമാണ് ഒരാളെ വലിയവനാക്കുന്നത്. താൻ ആരാണെന്നും തൻ്റെ സമൂഹത്തിലെ സ്ഥാനം എന്താണെന്നും നോക്കാതെ ഒരു മനുഷ്യൻ എന്ന നിലയിൽ കാര്യങ്ങൾ ഇടപെടുകയും മനുഷ്യത്വപൂർണമായ പെരുമാറ്റം എല്ലാറ്റിലും കാണിക്കുകയും ചെയ്യുമ്പോൾ അയാൾക്ക് മുന്നിലുള്ള അതിരുകളെല്ലാം മാഞ്ഞു പോകുന്നു. അങ്ങനെ അയാൾ എല്ലാവരുടേതായും മാറുന്നു. പ്രേം നസീർ ഇങ്ങനെ അപാരമായ സഹജീവി സ്നേഹം കൊണ്ടും മനുഷ്യത്വപരമായ പെരുമാറ്റം കൊണ്ടും അനുതാപ ജീവിത രീതി കൊണ്ടും എല്ലാവരുടേതായും മാറിയ മഹാമനുഷ്യനാണ്. പ്രേം നസീറിനെ പറ്റിയുള്ള കഥകൾ ഇവിടെയൊന്നും അവസാനിക്കുന്നില്ല. അത് സിനിമാ കമ്പം തുടരുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും സിനിമാ കമ്പത്തിൻ്റെ നമസ്കാരം.